മഹാശിവരാത്രി പിതൃതർപ്പണത്തിനൊരുങ്ങി പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം. പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് സർവീസിംഗ്, കൂടാതെ ആക്സസറീസും. 20 വർഷത്തെ സേവന പാരമ്പര്യം. ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പിറവം. പിതൃതർപ്പണത്തിനെത്തുന്ന ആയിരങ്ങളെ വരവേൽക്കാൻ തൃപ്പാഴൂർ മണപ്പുറവും പെരുന്തൃക്കോവിൽ മഹാദേവ സന്നിധിയും ഒരുങ്ങി. ജില്ലയിൽ ആലുവ കഴിഞ്ഞാൽ പിതൃതർപ്പണത്തിന് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന കേന്ദ്രമാണ് പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം. മഹാശിവരാത്രിയായ ഫെബ്രുവരി 15 ഞായറാഴ്ച നേരം പുലരുന്നതോടെ പാഴൂരിലേക്ക് ഭക്തരെത്തി തുടങ്ങും. പിറ്റേന്ന് പുലർച്ചെയാണ് ബലിതർപ്പണം. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി പുല്ല് പിടിച്ചു കിടന്നിരുന്ന മണപ്പുറം ശിവരാത്രിക്ക് മുന്നോടിയായി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. മണപ്പുറത്തേക്ക് കടക്കാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ മഴവിൽ പാലത്തിനൊപ്പം താൽക്കാലിക പാലവുമുണ്ട്. താൽക്കാലിക പാലത്തിന്റെ പണി പൂർത്തിയായി. മണപ്പുറത്തേക്ക് കടക്കാൻ മഴവിൽ പാലവും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരാൻ താൽക്കാലിക പാലവും ഉപയോഗിക്കാം. നേരിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് മുഖ്യ കവാടം കടന്ന് ക്ഷേത്രത്തിലെത്താം. ക്ഷേത്രത്തിന് പിന്നിൽ പാഴൂർ കക്കാട് കരകളെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിൽ നിയന്ത്രണമുണ്ടാകും. മഹാശിവരാത്രി ദിവസം രാത്രി മണപ്പുറത്ത് ശിവരാത്രി വിളക്ക് നടക്കും. പുഴയിലിറങ്ങാതെ മണപ്പുറത്തെത്താനായി മണൽച്ചാക്കുകൾ അടുക്കി വെച്ച് പ്രത്യേക ആനത്താരയും നിർമ്മിച്ചിട്ടുണ്ട്. രാത്രി ആനകൾ പുഴയിലിറങ്ങി മണപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് മണൽച്ചാക്കുകൾ കൊണ്ട് ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അനൂപ് ജേക്കബ് MLA, നഗരസഭാ അധ്യക്ഷൻ KR പ്രദീപ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷർ, കൗൺസിലർമാർ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം ദേവസ്വം മാനേജർ CK വിജയനൊപ്പം മണൽപ്പുറവും താൽക്കാലിക പാലവും സന്ദർശിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് പാഴൂർ മണപ്പുറത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മുനിസിപ്പാലിറ്റി അതിൻ്റെ പൊതുവായ ക്രമീകരണങ്ങളും അതിൻ്റെ കാട് വെട്ടി തെളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മേജർ ഇറിഗേഷന് 5 ലക്ഷം രൂപ മേജർ ഇറിഗേഷൻ വഴി ഇവിടെ പുഴ ഈ ഭാഗത്തുള്ള ചെളിയെല്ലാം വാരി പുഴയുടെ ഒഴുക്ക് ക്രമവൽക്കരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷവും നമുക്ക് 5 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. അതനുസരിച്ച് ശിവരാത്രിയോടനുബന്ധിച്ച് ഇതിൻ്റെ ചുറ്റുവട്ടം എല്ലാം ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. ഇത്തവണയും അതേ രീതിയിൽ തന്നെ പ്രത്യേകമായി ഫണ്ട് അനുവദിച്ച് ലഭ്യമാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. ചെളി അടിഞ്ഞു കിടക്കുകയും അത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒഴുക്കിനെയൊക്കെ ബാധിക്കുന്നു എന്നതും പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് എല്ലാ വർഷവും അതിനു വേണ്ടിയുള്ള കൃത്യമായ ഒരു സ്കീം നടപ്പിലാക്കി വരുന്നത്. അത് വരും വർഷങ്ങളിൽ അത് തുടരുക എന്നുള്ള നിലയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പാഴൂർ മഹാശിവരാത്രിയുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ആലുവ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വന്ന് ബലിതർപ്പണം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് പാഴൂർ മണൽപ്പുറം ഉൾക്കൊള്ളുന്ന പാഴൂർ ശിവക്ഷേത്രം. അപ്പോൾ അതിൻ്റെ പൗരാണികതയും അതിൻ്റെ പാരമ്പര്യവും എല്ലാം എല്ലാവർക്കും അറിവുള്ളതാണ്. എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഇത്തവണയും മണൽപ്പുറത്തുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി വളരെ നേരത്തെ തന്നെ ഇറങ്ങുകയുണ്ടായി. ഇവിടെ ബഹുമാനപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ മാനേജരെയും അതുപോലെ ക്ഷേത്രം ഭാരവാഹികളെയും എല്ലാവരുമൊക്കെ ആയിട്ട് ആലോചിച്ച് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ കണ്ടീജൻറ്റ് ജീവനക്കാർ വളരെ ദിവസങ്ങളായി ഇവിടെ കാട് പിടിച്ച് കിടന്ന പുല്ലുകളും അതുപോലെ തന്നെ ചെടികളുമെല്ലാം വെട്ടി നശിപ്പിച്ച് അതൊക്കെ ക്ലിയർ ആക്കിയിരിക്കുകയാണ്. പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ ശിവരാത്രി നാൾ രാവിലെ 3 ആനപ്പുറത്ത് എഴുന്നള്ളിപ്പുണ്ട്. രാവിലെ 8:30 പെരുന്തൃക്കോവിലപ്പന ഉപദേവന്മാർക്കൊപ്പം ശിവേലിക്ക് എഴുന്നള്ളിക്കും. കാഞ്ചികാമ കോടിപീഠം ആസ്ഥാന വിദ്വാൻ വൈക്കം ഷാജിയുടെ പ്രമാണത്തിൽ നാദസ്വരവും വാദ്യകലാരത്നം തിരുമറയൂർ ഗിരിജന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും അകമ്പടിയാകും. ഉച്ചയ്ക്ക് 12 മാമലക്കവല നിരപ്പിൽ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേക കാവടി ഘോഷയാത്ര എത്തിച്ചേരും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മഹാപ്രസാദ ഊട്ട് നടക്കും. വൈകിട്ട് 4 കാഴ്ചശിവേലിക്ക് നാദസ്വരം അകമ്പടിയാകും. വൈകിട്ട് 6:45 തിരുവാതിരകളി, 7 മതിൽക്കകത്ത് കാവ്യ സ്കൂൾ ഓഫ് ഡാൻസിലെ RLV സാലി രാജഗോപാലിന്റെ ശിക്ഷണത്തിലെ കുട്ടികളുടെ നൃത്തസന്ധ്യ, 9:30 മതിൽക്കകത്ത് ശരത് ചന്ദ്രബോസിന്റെ സംഗീത കച്ചേരി എന്നിവ അരങ്ങേറും. രാത്രി 12 പെരുന്തൃക്കോവിലപ്പനെ ഉപദേവന്മാർക്കൊപ്പം ശിവരാത്രി വിളക്കിനായി മണപ്പുറത്തേക്ക് എഴുന്നള്ളിക്കും. വാദ്യകലാപ്രതിഭ പാഴൂർ ഉണ്ണിച്ചന്ദ്രന്റെ പ്രമാണത്തിൽ പാണ്ടിമേളം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ചെണ്ടമേളം എന്നിവയുടെ വിളക്കാചാരമുണ്ട്. വിളക്കാചാരം കഴിഞ്ഞ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതോടെ മണപ്പുറത്തെ ബലിത്തറകളിൽ പിതൃതർപ്പണ മന്ത്രങ്ങൾ മുഴങ്ങും. മണപ്പുറത്ത് പിതൃതർപ്പണ ചടങ്ങുകൾക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CB ശ്രീകുമാർ, മാനേജർ CK വിജയൻ, ശിവരാത്രി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ AK സരസൻ, K വിജയൻ പള്ളിപ്പാട്, ധനേഷ് ഭവൻ, AP സഹദേവൻ, PS ദേവപ്രസാദ്, S അഭിലാഷ്, ബിനു ഫൈൻഡക്, ഡിനൻ പാഴൂർ, MS അനുകുമാർ, KB വിജയൻ, രാജൻ കണികുന്നേൽ, PR രാജേഷ്, TR വിനോദ്, പ്രിൻസ് ഡാലിയ, NC രവി, അനിൽ പുണർദം, PS സതീഷ്, സുരേഷ് മംഗലത്ത് എന്നിവർ അറിയിച്ചു. പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയും ബലിതർപ്പണവും ഈ മാസം
15-ാം തീയതിയാണ്, അതായത് ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ചയാണ്. ഇതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. മണപ്പുറത്ത് ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇക്കൊല്ലം പ്രത്യേകമായിട്ടൊരു സംഗതി ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ആനകൾ 3 ആനകൾ മണപ്പുറത്തേക്ക് പോകണം രാത്രി. അത് വെള്ളത്തിലിറങ്ങാത്ത ആനകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആനയ്ക്ക് കയറിപ്പോകാനായിട്ട്, മണൽച്ചാക്കുമുണ്ട്. ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പോലീസിൻ്റെ, ഫയർ ബ്രിഗേഡ് ഇവരുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാവും. ആംബുലൻസിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയുള്ള എല്ലാ സംരക്ഷണങ്ങളും, സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് മുഴുവനും ചെയ്തിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ഈ കൊല്ലം ശിവരാത്രി നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 1.5 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ അകത്തുള്ള ക്ഷേത്രത്തിന് മുന്നിലുള്ള സ്റ്റേജിലുള്ള ചെറിയ പരിപാടികൾ മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. അതിൻ്റെ ഉദ്ദേശം മാത്രമൊന്നുമല്ല, എത്രയും മണി പൈസ നമുക്ക് സേവ് ചെയ്യാവോ ആ സേവ് ചെയ്യുന്ന പണം നമുക്ക് ഈ പുനരുദ്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ഈ പുനരുദ്ധാരണം, ജീർണോദ്ധാരണം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ശിവരാത്രി ഉത്സവം കഴിഞ്ഞാൽ ഉടനെ തന്നെ നടക്കും. പ്രിഫറബിളി 27-ാം തീയതിയാണ് ആറാട്ട്. അപ്പോൾ ആറാട്ട് കഴിഞ്ഞിട്ട് മാർച്ചിൽ നമ്മളത് ആരംഭിക്കും. ആ സമയം നമ്മൾ വേറൊരു പത്രസമ്മേളനം നടത്തുന്നതായിരിക്കും. ഇതിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തതുമായ കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, പിറവം.